പ്രൈസ് വാത്സല്യ സഹോദരങ്ങളെ, നല്ലൊരു പ്രഭാതം കൂടെ കാണുവാൻ സ്വർഗം തന്ന മഹാഭാഗ്യത്തിനെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് ഓഗസ്റ്റ് മാസം 1-ാം തീയതി ആയതുകൊണ്ട് ഇന്ന് മുതൽ നമുക്ക് 1-ാമത്തെ സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിക്കാം. അപ്പോൾ സങ്കീർത്തനം നിങ്ങൾ വായിക്കാനായി എൻ്റെ ഒപ്പം നിങ്ങൾ ബൈബിൾ എടുക്കുക, നമുക്ക് വായിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റിരകത്ത് നട്ടിരിക്കുന്നത് തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റ് പാറ്റുന്ന പതർ പോലെ അത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്ന് നിൽക്കുകയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയും നാശകരം ആകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷമെന്ന് പറഞ്ഞാൽ എത്ര വേനൽ വന്നാലും അത് വാടിപ്പോകത്തില്ല. കാരണം അത് ആറ്റിൽ നിന്നുള്ള വെള്ളം വേര് വലിച്ചെടുക്കും. 2, തക്കകാലത്ത് ഫലം കായ്ക്കുന്നു. എന്താണ് ഫലം കായ്ക്കുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മൾ നിന്ന് പുറത്തേക്ക് വരേണ്ടതായ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ നിന്നുള്ള നന്മ പ്രവർത്തികളത്രേ. ഫലമില്ലാത്ത വൃക്ഷത്തെ യജമാനൻ വെട്ടിക്കളയും. എന്തിനാണ് വെറുതെ നിലത്തെ നിഷ്ഫലമാക്കുന്നതെന്ന് പറഞ്ഞ് അതിനെ നീക്കിക്കളയുവാൻ തക്കനിടയെത്തീരും. എന്നാൽ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഓരോ ദിവസവും ചുവട് വയ്ക്കുന്ന ഭക്തന് ദൈവം ആലോചന പറഞ്ഞു കൊടുക്കുകയും അതിന് അനുസരിച്ചവൻ ജീവിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവൻ ഫലമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയും. 3, ഇല വാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. കർത്താവ് ഒരിക്കൽ അത്തിയെ ശപിച്ചു. അതിൽ ഇലയുണ്ടായിരുന്നു, എന്നാൽ അതിൽ ഫലമുണ്ടായിരുന്നില്ല. പ്രഹസനമുണ്ട്, അഭിനയമുണ്ട്. നോക്കിയാൽ വലിയ ആത്മീയനാണെന്ന് തോന്നും, പക്ഷെ അടുത്തൊന്ന് നോക്കുമ്പോൾ ഫലമില്ലാത്ത അവസ്ഥ. ഹല്ലേലൂയ. നിലത്തിനെ നിഷ്ഫലമാക്കുന്നത് എന്തിനെന്ന് പറഞ്ഞ് വെട്ടിക്കളയും. കർത്താവ് പറഞ്ഞ്, മേലാൽ നിന്നിൽ ഫലമുണ്ടാകാതെ പോട്ടെ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ക്ഷണത്തിൽ അത് ഉണങ്ങിപ്പോയി. ശിഷ്യന്മാരത് കണ്ടിട്ട് അത്ഭുതപ്പെടുകയാണ്. അപ്പം ഇല വാടിപ്പോകുന്ന വൃക്ഷങ്ങൾ. എന്നാൽ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നടക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് അവൻ ഇല വാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. ഹല്ലേലൂയ. ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം എന്ന ആ ചിന്ത യിരെമ്യാ പ്രവചനത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. 1-ാമത്തെ സങ്കീർത്തനം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ ആ വാക്യം തമ്മിലുള്ള ചേർച്ച വളരെ മനോഹരമാണ്. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ വാക്യം വായിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. യിരെമ്യാ 17:8 അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്ന ആറ്റരികത്ത് വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കാച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. കൃഷിയെ ഫലകരമാക്കി മാറ്റുന്ന ഒന്നാണ് വെള്ളം. അതിന് നല്ല ഫലമുണ്ടാകണമെങ്കിൽ ജലം അത്യാവശ്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ജലം അത് തിരുവചനത്തെ കാണിക്കുന്നു. അത് എഫെസ്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. വചനപ്രകാരം ഒരു ക്രിസ്തീയ ജീവിതം ചെയ്യാൻ ശ്രമിക്കുന്ന അവൻ വാടുകയില്ല, ഉണങ്ങിപ്പോവുകയില്ല, അവൻ ഫലം കാച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. 1-ാമത്തെ സങ്കീർത്തനത്തിൽ 2 രീതിയെ പറ്റിയുള്ള ആളുകളെ നമ്മൾ കാണുന്നു. 1 ദുഷ്ടന്മാരും 1 നീതിമാന്മാരും. കാറ്റ് പാറ്റുന്ന പതരും നിലനിൽക്കുന്ന ഫലമുള്ള കതിരും. കാറ്റ് പാറ്റുന്ന പതർ പോലെയുള്ള മനുഷ്യനും നിലനിൽക്കുന്ന ഫലമുള്ള മനുഷ്യനും. 2 വഴികൾ, ദുഷ്ടൻ്റെ വഴിയും നീതിമാന്മാരുടെ വഴിയും. ദുഷ്ടൻ്റെ അവസാനം എന്താണ്? അവൻ പതർ പോലെ തീയിൽ വീണും കത്തി നശിച്ചു പോകും. എന്നാൽ നീതിമാൻ്റെ ജീവിത യാത്ര അത് മേൽപോട്ടാവുന്നു, താഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകുന്നു. ഇവിടെ വായിക്കുന്നത് എന്താണ്?
ദൈവം നീതിമാന്മാരുടെ വഴി അറിയുന്നു. ദുഷ്ടനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ പറഞ്ഞാൽ സ്തോത്രം ഹല്ലേലൂയ, അവൻ്റെ ആലോചനകൾ പക്വതയില്ലാത്തതാണ്, അതിനൊത്തിരി പരിമിതികളുണ്ട്, അത് ഫലപ്രദം ആകാത്തതാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആലോചന സ്ഥിരമായിട്ടുള്ളതാണ്, നിലനിൽക്കുന്നതാണ്, ശാശ്വതമാണ്. ഹല്ലേലൂയ. ദുഷ്ടൻ കാറ്റുപാറ്റുന്ന പതർ പോലെയായെന്ന്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. വചനം രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ അങ്ങനെ വചനം വായിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തുക. ആറ്റിരകത്ത് നട്ടിരിക്കുന്ന തക്കാലത്ത് ഫലം കായ്ക്കുന്ന ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും നമ്മുടെ ജീവിതം. അവർ ചെയ്യുന്നതൊക്കെയും ദൈവം സൈൻ ചെയ്ത് അത് വിജയിപ്പിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അതെ, ഒരു ഭക്തൻ്റെ ഉറപ്പ് അതാണ്. 23-ാമത്തെ സങ്കീർത്തനത്തിൽ ഭക്തനെ ആസാഫ് പറയുന്നു, നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും, നീ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. എത്ര ഉറപ്പുള്ളൊരു ഉത്തരമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ 1-ാമത്തെ സങ്കീർത്തനമാണ് നമ്മൾ ധ്യാനിച്ചത്. 1, പാവഭാരത്തിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യമുള്ളവരായി തീരണം. അങ്ങനെ സ്വാതന്ത്ര്യമുള്ളവരായി തീരണമെങ്കിൽ ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കരുത്, പാപിയുടെ വഴി നിൽക്കരുത്, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ദുഷ്ടനിൽ നിന്ന്, ദുഷ്ടൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് വിട്ടുമാറി ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ജീവിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയമായ ഫലപ്രദമായ ഒരു ക്രിസ്തീയ ജീവൻ നയിക്കുവാൻ സാധിക്കത്തുള്ളൂ. ദൈവ വചനം വായിക്കണം, മുടങ്ങാതെ വായിക്കണം, രാത്രിയും പകലും അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഭക്തന്മാരുമായിട്ടായിരിക്കണം നിങ്ങളുടെ കൂട്ടായ്മ. ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുൻതൂക്കം നിങ്ങൾ കൊടുക്കണം. ലോകത്തിൻ്റെ കാര്യങ്ങൾ ചിന്തിച്ച് ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ നന്മയും കരുണയുമുള്ള ഒരു ക്രിസ്തീയ ജീവിതം ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. അതുപോലെ 2, ഇലവാടാത്ത വൃക്ഷം പോലെ അത് നട്ടിരിക്കുന്നത് നീര് ഉറവിൻ്റെ അരികെയാണ്. യോസഫ് ഫലപ്രദമായ വൃക്ഷം, അതിനെ ഉണക്കി കളയുവാൻ അനേകം പ്രശ്നങ്ങൾ വന്നു. എന്നാൽ ഫലപ്രദമായ വൃക്ഷമായി മതിലിന്മേൽ കൊമ്പുകൾ പടർന്ന തലത്തിൽ ദൈവ യോസഫിനെ വളർത്തിയ തിരുവചനത്തിലൂടെ നമ്മൾ കാണുന്നു. ഹല്ലേലൂയ. 3, ദൈവം പറയുന്ന വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുക. ശൗൽ വഴി അറിയാതെ ഭാരപ്പെടുമ്പോൾ ഭൃത്യൻ പറയുകയാണ്, ശമൂവേലിൻ്റെ അടുക്കൽ പോയാൽ നാം പോകേണ്ടുന്ന വഴി അവൻ നമുക്ക് കാണിച്ചു തരും. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ഇത്രത്തോളം ദൈവം നമ്മെ നടത്തി. അതുകൊണ്ട് ദുഷ്ടൻ ആരാന്ന് ചോദിച്ചാൽ ദൈവത്തെ അറിയാത്തവൻ, അവൻ്റെ ആലോചന പ്രകാരം നടക്കാനേ പാടില്ല. ദൈവവചനപ്രകാരം ജീവിക്കുക, ദൈവവചനം വായിക്കുക, അതിൽ നിന്ന് ആത്മീയ പാഠങ്ങൾ ഉൾക്കൊള്ളുക. നിങ്ങളുടെ ജീവിതം വഴിമുട്ടിയതായി, ഫലശൂന്യമായി, മുരടിച്ചതായി തോന്നുന്നുവെങ്കിൽ ജീവജലത്തിൻ്റെ ഉറവയായ ക്രിസ്തുവിലേക്ക് വന്ന് ജീവരസം ഊറ്റിയെടുത്ത് ഫലപരമായ ഒരു ക്രിസ്തീയ നയിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.